ഷാർജ രാജ്യാന്തര പുസ്തകമേളയിലേക്ക് ഇത്തവണ ഒഴുകിയെത്തിയ സന്ദർശകരിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. സമൂഹമാധ്യമങ്ങളിൽ തല താഴ്ത്തിയിരിക്കുന്ന ഒരു തലമുറയെ പുസ്തക വായനയിലൂടെ തല ഉയർത്തി നിർത്താൻ പ്രേരിപ്പിക്കുന്നതാണ് ഇത്തവണത്തെ ഈ അക്ഷരമേള. ഷാർജ പുസ്തകമേളയിൽ നിന്നും ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് ചുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കുട്ടികളിൽ പുസ്തക വായനയുടെ പുതിയ വസന്തം നൽകുന്ന കാഴ്ചയാണ് ഷാർജ പുസ്തകമേളയിൽ നിന്ന് ഞങ്ങൾക്ക് കാണാനായത്. അത്രമാത്രം കുട്ടികളാണ് ഷാർജ പുസ്തകമേളയിൽ ഇത്തവണ എത്തുന്നത്. ഞാൻ ആക്ച്വലി പുള്ളിക്കാരനൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വന്ന സമയത്തും കുട്ടികൾ പൊതുവെ ഇവിടെ വളരെ ആക്റ്റീവാണ്. അപ്പോൾ കുട്ടികളുടെ ഒരു ബുക്സിൻ്റെ ഒരു വേൾഡിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് നല്ലതല്ലേ, എസ്പെഷ്യലി ഇൻ UAE. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്ക് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ UAE ഓപ്ഷൻസ് കുറവാണ്. അതിലുള്ള ഓപ്ഷനിൽ ഏറ്റവും ബെറ്ററാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് വരുന്നത്. പിന്നെ പോരാത്തതിനോട് കുട്ടികളുടെ സെക്ഷൻ സെപ്പറേറ്റ് ഉണ്ട്, അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ നമുക്ക് ഏത് ബുക്ക് വേണമെങ്കിലും അവൈലബിൾ ആണ്. പുസ്തകം എഴുതിയ കുരുന്നു പ്രതിഭകളെയും പുസ്തകം വാങ്ങാനെത്തിയ പുസ്തക പ്രേമികളെയും ഞങ്ങൾക്കിവിടെ കാണാൻ കഴിഞ്ഞു. ഈ വർഷത്തെ ബുക്കാണ് ഇന്നലെയാണ് റിലീസ് ചെയ്തത്. ഇതൊരു പോയട്രീൻ്റെ ബുക്കാണ്. ഇത് ഒരു ജേണി, ലൈഫിൻ്റെ ഒരു ജേണിയാണ്. ഓരോരോ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും. Here is the epitome of hospitality. We all live together in peace. This should be made the global reality. Our differences we release. The generosity of people here is truly unimaginable. The compassion the mass shares, absolutely unmatchable. കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ഷാർജ ഭരണാധികാരിക്ക് കുട്ടികൾ നൽകുന്ന മറ്റൊരു സ്നേഹാദരവ് കൂടിയാണ് ഈ സന്ദർശക തിരക്ക്. ഷാർജ പുസ്തകമേളയിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പെർലത്തിനൊപ്പം എൽവിസ് ചുമാർ, ജയ് ഹിന്ദ് ന്യൂസ്.